السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين رضي الله أما بعد. സുഗാഡംബരങ്ങളിലേക്ക് ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ ലക്ഷ്യം തെറ്റിയപ്പോൾ ഉമവിയ ഖിലാഫത്തിൻ്റെ പങ്കായം ഏറ്റെടുത്തുകൊണ്ട് ശരിയായ ദിശയിലേക്ക് ആനയിച്ച സമുദ്ധാരകനാണ് ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ. ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രത്യേകതയാർന്ന ചരിത്രത്താളുകളിൽ എന്നും തിളങ്ങി നിൽക്കുന്ന ഒരു ജീവിതത്തിനുടമയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ. എന്നും വിശ്വാസികൾക്കിടയിൽ ഒരു വലിയ താല്പര്യവും ഒരു നല്ല നവോന്മേഷവും നൽകുന്ന ഒരു വ്യക്തിയായിരുന്നു. അതേ എട്ടാം ഖലീഫ എന്നറിയപ്പെടുന്ന രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെക്കുറിച്ചാണ് ഈ പുസ്തകത്തിലൂടെ നമുക്ക് സയ്യിദ് സ്വാലിഹ് ബുഖാരി തങ്ങൾ നമുക്ക് വരച്ച് കാണിച്ചു തരുന്നത്. ഖലീഫയുടെ ആ പ്രത്യേകതയാർന്ന ആ ഒരു ജീവിതത്തെ ഒത്തിണക്കിക്കൊണ്ട് വലിയ രീതിയിൽ നമുക്കൊക്കെ വലിയ പാഠമാകുന്ന രീതിയിൽ തന്നെ പുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഏതൊരു വ്യക്തിക്കും വായിക്കാൻ കഴിയുന്ന രീതിയിൽ, ഏത് ജനറേഷനും വായിക്കാൻ കഴിയുന്ന രീതിയിൽ നല്ല സ്ഫുടമാർന്ന നല്ല മലയാള ഭാഷയിൽ തന്നെ ഇത് രചിക്കപ്പെട്ടിട്ടുണ്ട്. സാഹിത്യങ്ങളെ കൊണ്ട് തിമിർത്താടി വായിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു തലമുറയിൽ അത്തരം ഒരു കാഴ്ചപ്പാട് കണ്ടുകൊണ്ട് തന്നെ രചയിതാവ് അതിന് പരിഹാരം എന്നോണം എല്ലാ വ്യക്തികൾക്കും മനസ്സിലാകുന്ന ഒരു മലയാളത്തിലാണ് ഈ പുസ്തകം രചിച്ചിട്ടുള്ളത്. ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ ഈ മഹാനുഭാവൻ്റെ ചരിത്രം മനസ്സിലാക്കും എന്നതിലുപരി നമുക്ക് ഈ ലോകത്ത് നഷ്ടപ്പെടുന്ന പലതും നാം നേടിയെടുക്കേണ്ടതുണ്ട് എന്ന് ഈ പുസ്തകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കാരണം ഈ പുസ്തകത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഒരിക്കൽ ഖലീഫ കിടക്കുന്ന സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു അഹ്തം റളിയല്ലാഹു അൻഹു അവിടെ വരികയാണ്. അഹ്തം റളിയല്ലാഹു അൻഹു വലിയ ഉപദേശത്തിന് പ്രാധാന്യം നൽകുന്ന, സംസാരത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിയായിരുന്നു. ഖലീഫ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഉടനെ എഴുന്നേറ്റു. മനസ്സ് നിറയോളം ആ വാക്കുകൾ, ഉപദേശങ്ങൾ കേട്ടുകൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു. ഇത്തരത്തിൽ ഈ കാലത്ത് നഷ്ടപ്പെടുന്ന കേൾക്കുക എന്നുള്ളത്, ഒരാളെ മറ്റൊരാൾ കേൾക്കാനില്ല എന്നതുകൊണ്ട് പ്രയാസപ്പെടുന്ന വ്യക്തികൾ ജീവിക്കുന്ന ഈ ലോകത്ത് ഈ ഒരു പുസ്തകത്തിന് ഈ മഹാനുഭാവനെ മനസ്സിലാക്കുക എന്നതിലുപരി ഇത്തരം ചില ഈ ലോകത്ത് നടക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എഴുത്തുകാരനെ കുറിച്ച് പറഞ്ഞാൽ ഇന്ന് ഈ ലോകത്ത് എഴുത്തുമേഖലയിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു മേഖലയാണ് റിസാല എന്നുള്ളത്. അത്തരത്തിൽ റിസാലയിലും ഇതുപോലെ മഹാന്മാരുടെ ജീവചരിത്രങ്ങൾ എഴുതിക്കൊണ്ട് എന്നും നമ്മെ ആവേശത്തിലാക്കുന്ന, വായനയുടെ ലോകത്തെ കാനയിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് സയ്യിദ് സ്വാലിഹ് ബുഖാരി തങ്ങൾ എന്നുള്ളത്. തങ്ങളെക്കുറിച്ച് നാം ഫേസ്ബുക്ക് പേജിലൊക്കെ കാണാറുണ്ട്. വലിയ വായനയ്ക്കും അതുപോലെ തന്നെ വലിയ എഴുത്തിനും വലിയ പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. ഇതിൽ ഈ പുസ്തകത്തിലൂടെ പറയുന്ന മറ്റൊരു കാര്യമാണ്, ഖലീഫക്ക് ഖലീഫയാകുന്നതിന് മുമ്പ് 4000 സ്വർണ്ണ നാണയം വരുമാനമുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് അങ്ങനെ കുറഞ്ഞ് അവസാനം 300 വെള്ളി നാണയം വരെ എത്തി. ബാക്കിയെല്ലാം അവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നൽകിക്കൊണ്ട് മഹാനുഭാവൻ ലളിതമായ ചെറിയ ജീവിതം നയിക്കുകയായിരുന്നു. ഒരിക്കൽ ജുമക്ക് പിന്നിലുള്ളവർ കണ്ടതായി നമുക്കിതിൽ കാണാൻ സാധിക്കും. ഇതിലുള്ളത് തുണിക്കഷ്ണങ്ങൾ കൊണ്ട് തുന്നിയിട്ട വസ്ത്രവുമായിട്ടാണ് മഹാനുഭാവൻ ജുമക്ക് ഇമാമ നിൽക്കാൻ വന്നത്. അത്രമാത്രം വലിയ ഒരു പദവിയിൽ നിന്ന് 4000 സ്വർണ്ണ നാണയങ്ങൾ കിട്ടിയ, വരുമാനം കിട്ടിയ മഹാനുഭാവൻ അവസാനം 300 നാണയങ്ങളിൽ താഴ്ന്നുകൊണ്ട് ജീവിക്കുകയായിരുന്നു. എല്ലാം അള്ളാഹുവിലേക്ക് തവക്കുലാക്കിക്കൊണ്ട്
മഹാനുഭാവൻ ജീവിച്ചു. അത്തരത്തിൽ എന്തുകൊണ്ടും നമുക്ക് വലിയ ആവേശം നൽകുന്ന ഒരു പുസ്തകമാണ് ഈ ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന ഈ ഒരു പുസ്തകം. കേവലം 92 പേജ് മാത്രമുള്ള ഈ ഒരു പുസ്തകത്തിന് വലിയ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഓരോ വായനകളാണ് നമ്മുടെ തലമുറയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം വായനകൾക്ക്, പ്രത്യേകിച്ച് ചരിത്രങ്ങൾ, മഹാന്മാരുടെ ചരിത്രങ്ങൾക്ക് നാം വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് നാം വായിക്കേണ്ടതുണ്ട്. കാരണം അത് വായിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു പോയിന്റെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉപകരിച്ചാൽ അത് നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉപകരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിൽ ഈ പുസ്തകത്തിൽ വളരെ ലളിതമായിക്കൊണ്ട് തന്നെ മഹാനുഭാവൻ്റെ എല്ലാ കുട്ടിക്കാലം തൊട്ട് അവസാനം വരെ, വഫാത്താകുന്നത് വരെ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഇതിനെ കൈകാര്യം ചെയ്തിട്ട് നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട് സയ്യിദ് സ്വാലിഹ് ബുഖാരി തങ്ങളവറുകൾ. ഇത്തരത്തിൽ നാം ചിന്തിക്കേണ്ട കാര്യമെന്നുള്ളത്, ഇത്തരം ചരിത്രങ്ങൾ മനസ്സിലാക്കുന്നതിനോടൊപ്പം നാമും ഇത്തരത്തിൽ ഒരു എഴുത്ത് മേഖലയെ പരിശോധിക്കേണ്ടതുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.